നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറയുന്ന ഒരു ട്രോളുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പാർട്ടികളെല്ലാം സർവ്വസജ്ജമായി പ്രചാരണം കൊഴുപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു പടി മുൻപേ ആത്മവിശ്വാസവുമായി കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അതായത് 2026 തങ്ങളുടെ ഉള്ളം കൈയിൽ അധികാരം ജനങ്ങൾ കൊണ്ട് തരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDFും ഒക്കെ അവരുടെ പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്നത്. ഈ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവർ എന്താണ് കാണിക്കുന്നത്, എന്താണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് കഴിഞ്ഞ ദിവസം മുതൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേതാക്കന്മാർ എല്ലാവരും ഓരോ വഴിക്കൂടെ അവരുടെ വ്യായാമ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ വ്യായാമ മുറകളുടെ വാർത്തകളായിരുന്നു. ഇതുകൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം? പക്ഷേ കോൺഗ്രസ് പറഞ്ഞു വെക്കുകയാണ് 2026 ഭരണം ഞങ്ങൾക്ക് തന്നാൽ ഭരിക്കാൻ ഞങ്ങൾ ഫിറ്റാണ് എന്ന്. VD സതീശന്റെ പ്രഭാത സവാരി, KC വേണുഗോപാലിന്റെ ട്രെഡ്മിൽ അഭ്യാസം, രമേശ് ചെന്നിത്തലയുടെ സൂംബ ഡാൻസ്, KPCC അധ്യക്ഷന്റെ കായിക അഭ്യാസങ്ങൾ, ഇതൊക്കെയാണ് വാർത്തകളിൽ നിറയുന്നത്. ഇത് കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാകേണ്ടത്? അവർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലോക തോൽവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. തലയ്ക്ക് വെളിവുള്ള ഒരുത്തനെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ജനം തന്നെ ചോദിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇവരുടെ കായിക അഭ്യാസത്തിൻ്റെ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ജനം ട്രോളി കൊല്ലുകയാണ്. പരിഹാസ്യരാകാം, പക്ഷേ ഇത്രത്തോളം അങ്ങ് തരം താണു പോകരുത്. 2026 പെട്ടാഭാഗ്യത്തിന് നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അത് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് കോൺഗ്രസ് ഒരിക്കലും കരുതരുത്. കാരണം ഭരണവിരുദ്ധ വികാരവും ശബരിമല കൊള്ളയിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ നിങ്ങൾക്ക് മറ്റു വഴികളൊന്നുമില്ലാതെ നിങ്ങൾക്ക് തരുന്ന ഔദാര്യം മാത്രമായിരിക്കും ഈ ഭരണം. കിട്ടിപ്പോയാലത്തെ കാര്യമാണ് ഈ പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ പ്രവർത്തന മികവിന് കിട്ടുന്ന ഗപ്പൊന്നുമല്ല. പൊറുതിമുട്ടിയിട്ട് ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഔദാര്യം മാത്രം, അത്രയുമായിട്ട് മാത്രമേ ഇതിനെ കണക്ക് കൂട്ടാവൂ. എന്തൊക്കെ പ്രഹസനങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഈ കേരളത്തിൽ ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാൻ, പ്രതിഷേധം നടത്താൻ, സമരം നടത്താൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാം. സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ, അഴിമതികൾക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാം. ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. രമേശ് ചെന്നിത്തലയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് അന്വേഷണത്തെ കൊണ്ടെത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ഒരു വ്യവസായി നടത്തിയ മൊഴിയും ഒക്കെ അതിൻ്റെ തുടർ അന്വേഷണത്തിലൂടെയായിരുന്നു ഡി മണിയെ പോലെയുള്ളവർ അവർക്ക് പൂട്ട് വീഴുന്നത്. എന്നാൽ ആ ഒരു വിഷയം പോലും, സ്വന്തം പാളയത്തിലെ ഒരു നേതാവ് ഉയർത്തിക്കാണിച്ച വിഷയം പോലും വേണ്ട രീതിയിൽ ഒന്ന് എടുത്ത് പ്രയോഗിക്കാൻ ഈ പ്രതിപക്ഷ നിരയ്ക്ക് കഴിഞ്ഞില്ല. പകരം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഹസനങ്ങൾ മാത്രമാണ്. എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളും കോമാളിത്തരങ്ങളുമാണ് ഈ കോൺഗ്രസ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അധികാരം ഞങ്ങൾക്ക് എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിൽ പേക്കൂത്ത് കാണിക്കുകയാണ്. പറയാൻ ഒരു നിവൃത്തിയുമില്ല. ഈ മുൻപ് പിണറായി വിജയൻ്റെ PR വർക്കിനെ കുറിച്ചൊക്കെ ഈ പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർ ഒക്കെ വിമർശനം ഉന്നയിക്കുമായിരുന്നു. അതേ കോമാളിത്തരമാണ് ഇപ്പോൾ കോൺഗ്രസ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലക്ഷ്യ 2026 എന്ന് പറഞ്ഞുകൊണ്ടൊരു ദ്വിദിന പരിപാടി ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇത് ടീം UDF ആണ് എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസിലെ ഓരോ നേതാക്കളും ഉയർത്തിയത്. എന്നിട്ട് ഇവർ തൊട്ടു പിന്നാലെ കാണിച്ചത് എന്താണ്? അവിടെ പോയി നടത്തുന്ന വ്യായാമ മുറകളുടെയൊക്കെ വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് മാധ്യമങ്ങളെ കൊണ്ട് ഏറിയേൽപ്പിക്കുക. ജനങ്ങൾ കൂവുകയാണ് ഇമാതിരി കോമാളിത്തരങ്ങളും ഊച്ചാളിത്തരങ്ങളും കണ്ടിട്ട്. ഇത് മാത്രമല്ല, അവിടെ നടന്ന ആ ദ്വിദിന പരിപാടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? അത് നോക്കാം. വയനാട്ടിൽ കോൺഗ്രസ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീട് എവിടെയെന്ന് ഈ മാധ്യമങ്ങൾ KC വേണുഗോപാലിനെ കണ്ടപ്പോൾ ചോദിച്ചു. തൊട്ടടുത്ത നിമിഷം വേണുഗോപാൽ അതിന് കൊടുത്ത മറുപടിയാണ്, വർഷങ്ങളായി കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്തതിനാൽ ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ എന്നൊരു ഒറ്റ ഡയലോഗടിയായിരുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വയനാട്ടിൽ നിന്ന് നിങ്ങൾ പിരിച്ച പണം ഉപയോഗിച്ചാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുന്നത് എന്നാണോ?
വകതിരിവില്ലാത്ത വർത്തമാനമാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ഈ CPMകാർ തന്നെ സ്വർണ്ണ തളികയിലാണ് അധികാരം, എന്നാ നിങ്ങൾ എടുത്തോ എന്നും പറഞ്ഞ് കോൺഗ്രസിൻ്റെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അതൊന്ന് പ്രയോഗിക്കാൻ പോലും, വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പോലുമുള്ള കെൽപ്പ് ഇവർക്കില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. എന്ത് വിശ്വസിച്ച് കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്യണം? കേന്ദ്രത്തിലും കോമാളിത്തരമാണ് കാണിക്കുന്നത്, കേരളത്തിലും കോമാളിത്തരമാണ് കാണിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും പിടിപ്പില്ല എന്ന് ഇവർ തന്നെ അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ഇന്നിപ്പോൾ VD സതീശൻ്റെ കുറേ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ഞാനങ്ങ് പേടിച്ചു പോയെന്ന് പിണറായി വിജയനോട് പോയി പറഞ്ഞേക്ക് എന്നുള്ളതായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡിലെ വാചകം. പിണറായി എന്തിനാണ് VD സതീശനെ പേടിക്കേണ്ടത്? അതുകൂടി ഒന്ന് പറഞ്ഞു തരണം. ഈ പുനർജനിക്കെതിരെ കേസെടുത്തത് കൊണ്ടായിരുന്നെങ്കിൽ അതിൽ പൂർണ്ണമായും VD സതീശൻ അങ്ങ് മുക്തനായിട്ടൊന്നുമില്ല. മണപ്പാട്ടുകാരുമായിട്ട് VD സതീശൻ എന്താണ് ബന്ധം എന്നുള്ളത് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ മറുപടി VD സതീശൻ തന്നെ പറയണം. എന്തായാലും സ്വന്തം തല സ്വന്തം ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് പല നേതാക്കളും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൽ തൻ്റെ തല തൻ്റെ ഫുൾ ഫിഗർ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് VD സതീശനാണ്. പ്രബലമായ പരിപാടികളൊക്കെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് ഭാഗത്ത് നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും തെരഞ്ഞെടുപ്പിന് 3 മാസം മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCCയുടെ ലക്ഷ്യ 2026 നേതാക്കളുടെ ഉച്ചകോടിക്ക് പിന്നാലെയായിരുന്നു KC വേണുഗോപാലിന്റെ ഈ ഒരു പ്രതികരണം വന്നത്. ജനുവരി അവസാനത്തോടെ ഏതാനും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഫെബ്രുവരി മാസത്തോടെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ നടപടികൾക്ക് തുടക്കമിട്ടതായും മധുസൂദൻ മിശ്രയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ കേരളത്തിലെത്തി പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കുമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് CPMനേക്കാൾ മുൻപ് തന്നെ, ഒരു മുഴം മുൻപേ തന്നെ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനങ്ങൾ ഒപ്പം ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ സർക്കാരിനെ എടുത്തു കുടയാൻ മാത്രം എന്താണ് ഈ 9 വർഷ കാലയളവിനുള്ളിൽ പ്രതിപക്ഷം ഇവിടെ കാണിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മന്ത്രിയെ താഴെ ഇറക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവാദങ്ങൾ, സർക്കാരിനെ പൊള്ളിക്കുന്ന, CPMനെ കടിച്ചുകുടയുന്ന എന്തെല്ലാം വിഷയങ്ങൾ പുറത്തേക്ക് വന്നു. ഹൈക്കോടതി തന്നെ ഇട്ടു തന്നു. എന്നിട്ട് പോലും അതൊന്ന് ഏറ്റുപിടിക്കാൻ ഈ കോൺഗ്രസിനെ കൊണ്ട് കഴിവില്ലാതെ പോയതാണോ? അതോ ഈ പറയുന്ന അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കൾക്ക് പോറ്റിയുമായുള്ള ബന്ധം കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ വഴിക്ക് വല്ല ഇടപാടുകളും നടന്നതിൻ്റെ പേടിയാണോ ശബരിമല വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് വാ തുറക്കാത്തതിന് കാരണമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയണം. നിങ്ങളും വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കും, അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കുമൊക്കെ പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം? സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ കൊണ്ട് കാണിക്കാൻ മാത്രം എന്താണ് പോറ്റിയുമായിട്ടുള്ള ഇടപാട് എന്ന്. അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അത് മറ്റൊരു കാര്യം. എന്തായാലും ഈ 9 വർഷക്കാലത്ത് പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ആർക്കും ഒരറിവുമില്ല. കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ചോദിച്ചത് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന്. വീണ ജോർജിനെതിരെ, VN വാസവനെതിരെ, ശബരിമലയുമായി ബന്ധപ്പെട്ട് VN വാസവൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം പല കോണിൽ നിന്ന് വന്നതാണ്. എന്നാൽ അവരെ ഒന്ന് താഴെ ഇറക്കാൻ പോലും ഈ പ്രതിപക്ഷത്തിന് കഴിവില്ലാതെ പോയി. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എന്താണ് 2026 അധികാരം കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ജനങ്ങൾ തങ്ങളുടെ കയ്യിൽ കൊണ്ട് അധികാരം തരും എന്നുള്ള വിശ്വാസം. കാരണം ഈ സർക്കാരിനോടും CPM എന്ന പാർട്ടിയോടും ജനങ്ങൾക്ക് അത്രത്തോളം വെറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും ഒക്കെ തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നുള്ള അവരുടെ ആത്മവിശ്വാസം. അല്ലാതെ സ്വന്തം കഴിവിലുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത്. ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കട്ടെ. നിങ്ങളുടെ പിടിപ്പുകേടുകൾക്ക് ജനങ്ങൾ മറുപടി തന്നാൽ ആ മറുപടി നിങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം. എന്തായാലും തങ്ങൾ 2026 അങ്ങ് തലപ്പൊക്കത്തെത്തും, കൊമ്പത്തേക്കെത്തും എന്നുള്ളതാണ് ഇവരുടെ ആത്മവിശ്വാസം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇനിയെങ്കിലും, ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത്.
ഈ മാസങ്ങൾക്കുള്ളിൽ ഈ ജനങ്ങൾക്കിടയിൽ ഒരു ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുക. അല്ലാതെ വ്യായാമ വീഡിയോകളൊക്കെ നേതാക്കന്മാർ പടച്ചു വിട്ടിട്ട് കേരളം ഭരിക്കാൻ ഞങ്ങൾ ഫിറ്റാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ജനം കാറി തുപ്പും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.